മോനിവിടെ ഉണ്ടായിരുന്നോ? ഉമ്മ ദുബായി പോയപ്പോ മോനെ മറന്നുപോയി. വാപ്പ വരുമ്പോ മോനെയും കൊണ്ടുപോയല്ലോ. മോനെ സലീമേ, കബീറേ, മജീദേ, എന്റെ മോൻ വന്ന്. നീ ഓട്ടോറിക്ഷയിലാണോ വന്നത്? എവിടെ ഇറങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കില്ലായിരുന്നു. സലീക്ക, ഇങ്ങനെ ഞാൻ പറഞ്ഞ വീഡിയോ കൊണ്ടുവന്നോ? നിന്റെ പെട്ടിയല്ലേ എവിടെ? നീ എന്താണെന്നും മുണ്ടാത്തത്? എന്താണ് വല്ലാണ്ടിരിക്കുന്നത്? പറ മോനെ, എന്തുണ്ടായി? പാപ്പ, എന്റെ ജോലി പോയി. അവരെന്നെ തിരിച്ചയച്ചതാണ്. പടച്ചമ്പുരാനെ ചതിച്ച. മൂന്ന് മാസം മുമ്പ് എന്റെ കോൺട്രാക്ട് കഴിഞ്ഞു. ക്വാർട്ടേഴ്സ് കഴിഞ്ഞു കൊടുത്തു. പിന്നെ കുറെ കാലം ഒരു ചങ്ങായിന്റെ ഒപ്പായിരുന്നു താമസം. ഒരു ജോലിക്കും വേണ്ടി ഞാൻ ഒരുപാട് സ്ഥലത്ത് ശ്രമിച്ചു. ഇടയ്ക്ക് ഒരു ദിവസം സിനിമ കഴിഞ്ഞ് വരുമ്പോ എന്നെ പോലീസ് പിടിച്ചു. 2 മാസം ജയിലിൽ കിടന്നു. എന്നെ പോലെ തന്നെ 10-40 പേരുണ്ടായിരുന്നു ജയിലിൽ. ഒക്കെ നമ്മുടെ നാട്ടുകാർ. അവസാനം അവരെല്ലാരെയും ഇങ്ങോട്ട് അയച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ബോംബെയിലെത്തി. അവിടുന്ന് തീവണ്ടിക്ക് ഇങ്ങോട്ട് പോന്നു. ഇനി ഒരിക്കലും ദുബായിലേക്ക് മടങ്ങി പോകാൻ പറ്റില്ല. നീ കരയാണോ? നിങ്ങൾ ബേജാറാവഞ്ഞ മതി. എനിക്ക് സന്തോഷമുള്ളൂ. എന്തായാലും നിങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ വന്ന് ബഹളം വെച്ചാ ഞാൻ എവിടുന്നാ പൈസ തരിക? പിന്നെ നിന്റെ വാപ്പയോടോ തരാം. അനിയൻ ദുബായിൽ നിന്ന് പുളുത്തുന്നു. ആ, ചോദിച്ച കാശ് പഠിച്ചിട്ടോ നാരി. പിന്നെ കൊണച്ചോർത്താനും പറയുന്നു. വീടാ കാശ് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. മതിയാക്ക്, നിർത്തുന്നു. ഒരു ന്യായത്തിന് ഞങ്ങൾ നിൽക്കില്ല. ഇവൻ ദുബായ്ക്ക് അയക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച കാശ് ഉടൻ കിട്ടണം. അല്ലെങ്കിൽ ഇവനെ വെട്ടിക്കൊന്ന് ഇവിടെ കുഴിച്ചു മൂടും. ഓ, എന്നാൽ അത് തന്നെ നടക്കട്ടെ. കൊല്ല്. പിള്ള സാറേ, എന്റെ മോൻ. എന്റെ പൊന്നു പിള്ള സാറേ, കൊല്ലും കുറയും ഒന്നും വേണ്ട. ഉള്ള കിടപ്പാടം വിറ്റ ഈ പരമദ്രോഹിക്ക് 15,000 രൂപ കൊടുത്തത് മോനെ ദുബായിൽ അയക്കാൻ. 15? എനിക്ക് 10,000 കിട്ടിയുള്ളൂ. 15,000 രൂപ തികച്ച് ഞാൻ ഈ നിൽക്കുന്ന കുട്ടന്റെ കയ്യിൽ എണ്ണി കൊടുത്തതാ. നീ എന്റെ 10,000 അല്ലേ തന്നുള്ളൂ? ആ, 5,000 രൂപ എന്റെ കമ്മീഷൻ. അപ്പോ ഇലനക്കിനായന്റെ ചെറിനക്കിയ പട്ടിയാണ് നീയും അല്ലേടാ? യോഗ്യൻ. ഇവന്റെ യോഗ്യത ഈ നാട്ടുകാർക്കറിയാം. ഇവൻ ഒരൊറ്റ ഈ ഹമുക്ക എന്റെ മോനെ കുടുക്കിയത്. ഗോവിന്ദൻ ചേട്ടാ, ഇതിന് പരിഹാരമായിട്ട് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ പോലീസിൽ പരാതിപ്പെടുക. അയ്യോ, പോലീസ് വേണ്ട, ഞങ്ങൾക്ക് കാശ് കിട്ടൂല. എങ്കിൽ ഒരാഴ്ചത്തെ അവധി അവർക്ക് കൊടുക്കും. അതിനകം ഞാനൊരു തീർപ്പുണ്ടാക്കി തരാം. എന്താ, മതിയോ? മതി. സാറിന് ഞങ്ങൾക്ക് വിശ്വാസമാണ്. ആ, എങ്കിൽ പോയി. സലീമില്ലേ ഇവിടെ? ഞാനിവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇത് കണ്ടോ, കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ഞാൻ അയച്ചു കൊടുത്ത കാശിന്റെ കണക്കാണ്. ഇതുണ്ടാക്കാൻ ഞാൻ ആ പൊള്ളുന്ന മരുഭൂമി കഷ്ടപ്പെട്ടത് എങ്ങനെ നിവർക്കറിയില്ല. 4.5 ലക്ഷം രൂപ ബാങ്കിലിട്ടിട്ട് ഇപ്പോൾ 2,000 രൂപ. അതിനും പുറമെ ഇക്കാക്ക എന്നോസ് കൊടുക്കാന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച പണം. ഇക്കന്റെ പണമൊക്കെ എവിടെ പോയി? ഈ വീട്ടിൽ ചെലവ് നടത്തിയില്ലേ? വീട്ടുകാരന്റെ കാര്യം നീ പറയണ്ട. നീ ചീട്ട് കളിച്ച് നാട്ടുകാരുടെ മുമ്പ് സുജായിയാവാൻ കണ്ണിക്കണ്ടവർക്ക് വാരിക്കൊടുത്ത് തീർത്തല്ലാണ് ഈ കാശ്. ആ കണക്കിരിക്കട്ടെ. ഇപ്പൊ ഇവിടുന്ന് പോയവർക്ക് ഒരാഴ്ചക്കുള്ളിൽ അവരുടെ കാശ് കൊടുക്കണം. അതിനുള്ള വഴി പറയടാ മജീദേ. എന്റെ ഈ കാശില്ല. പിന്നെ ഉള്ളത് സലീമിന്റെ പേര് വാങ്ങിച്ച 15 സെന്റ് സ്ഥലവും ആദ്യം പണിതിട്ട പുരത്തറയുമാണ്. അത് വിറ്റ് ഓഹി മാറേ. ഇനി അവന്റെ കയ്യിൽ ആപ്പാട് അതേ ഉള്ളൂ. അതും തട്ടിപ്പറിക്കാനാണ് നീ നോക്കണത്. പിന്നെ ഞാൻ പൈസക്ക് എവിടെ പോകും? എവിടെയും പോകണ്ട, അത് വിറ്റോളൂ. സലീമേ, ഇനി അതായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നത്?
എല്ലാം മുടിയട്ടെ. നീ ആരെയാ ശപിക്കുന്നത്? കാലാകാലം പണം ചുരത്തുന്ന കറവ പശുവാണ് നീയെന്ന് ഇവർ ധരിച്ചു. എന്നും ഗൾഫിൽ കഴിയാമെന്ന് നീയും കരുതി അല്ലേ? കഷ്ടപ്പെട്ട് നീ ഉണ്ടാക്കുന്ന പണം നാളത്തേക്ക് ഉപകരിക്കത്തക്ക നിലയിൽ എവിടെയെങ്കിലും നിക്ഷേപിക്കണമെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ. എങ്കിൽ നിനക്ക് നീ ഗതി വരില്ലായിരുന്നു. ഇത് നിന്റെ മാത്രം അനുഭവമല്ല. നിന്നെ പോലെ 10,000 ഇനിയും ഗൾഫിൽ നിന്ന് വരാനിരിക്കുന്നു, തൊഴിലില്ലായ്മയുമായി. അയ്യായിരമോ? അത് വളരെ കുറഞ്ഞുപോയി. ഇതൊരു സാധാരണ സമ്മേളനമല്ല, ഭരണകക്ഷിയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു ശക്തി പ്രകടനമാണ്. കുറഞ്ഞത് 25,000 രൂപയെങ്കിലും നിങ്ങൾ തരണം. 25,000 രൂപയോ? അത് നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഈ റേഞ്ചിലെ മുഴുവൻ ചാരായ ഷാപ്പും ബ്രാൻഡ് ഷാപ്പും പിടിച്ചിരിക്കുന്നത് നിങ്ങളല്ലേ. ചുരുങ്ങിയത് 10 ലക്ഷം പേരെങ്കിലും പ്രകടനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തും. അന്നേ ദിവസത്തെ നിങ്ങളുടെ മദ്യഷാപ്പുകളിലെ പിരിവിന്റെ ചെറിയൊരു അംശം മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. 10 ലക്ഷം പേര് ഇവിടെ വരുമോ? അതിൽ കൂടുന്നതല്ലാതെ കുറയില്ല. ഇത്രയധികം ചാരായം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഉണ്ടാക്കും. വാഷ് മൂപ്പിച്ച് വാറ്റിയെടുക്കണ്ടേ? അതൊക്കെ മുതലാളിയോട് പറഞ്ഞേക്കൂ. വരൂ. 10-ാം തീയതി ഇവിടുത്തെ സമ്മേളനം. അന്ന് അവിടുന്ന് സ്ഥിരത്തായിട്ട് എന്താ കാര്യം? ലോറി ഇവിടെ തന്നെ 2 ദിവസം എടുക്കൂലേ? ഉടനെ നിങ്ങൾക്ക് ക്ലിയറൻസ് വാങ്ങാൻ പറ്റുമോ? എന്താ തെളിയിച്ച് പറ. പൊങ്ങൽ പോലെയോ? വേണ്ട, പണ്ടാരം പിടിക്കാണ്ടൊരു പൊങ്ങല്. സ്വാമി, നമ്മുടെ കയ്യിൽ ചരക്കൻ തിരിപ്പുണ്ട്. ഒറിജിനൽ 3000 ലിറ്റർ സ്റ്റോക്ക് ഉണ്ട്. പുരുഷ, നീ ഒരു ലോറിയായി തൃശ്ശൂർ വരെ പോണം. നാടനായാലും എന്ത് പണ്ടാരമായാലും വേണ്ടില്ല, കിട്ടിയതൊക്കെ വാങ്ങിട്ട് വാ. ഭരത, നീ തിരുവനന്തപുരം വരെ പോണം. നമ്മുടെ കൃഷ്ണൻ വൈദ്യരുടെ കയ്യില് മെഡിക്കൽ കോളേജിൽ നിന്ന് ലേലത്തിൽ വിളിച്ച കുറെ സ്പിരിറ്റ് ഇരിപ്പുണ്ട്. അതൊന്ന് ചവോട്ട് വെച്ചിരുന്നാണെന്ന്. അതെന്തുവാട്ടെ, നീ സാധനം പുറഞ്ഞു ഏൽപ്പിച്ചാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം മുതലാളി? ബ്ലെൻഡ് ചെയ്യണം. താൻ വാറ്റിയ സാധനത്തിൽ ചേർത്താൽ മതി. കൂട്ട് ഞാൻ പറഞ്ഞുതരാം. നബീസ, എന്റെ ചോറ്റുപാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാ. ഇതിലെ ചോറ് മുഴുവൻ തിന്നണം. ഏറ്റു. മോഞ്ഞല്ലേ ബാപ്പ പോരാ. അല്ല, ആരത് കുട്ടിയാമുക്കിയ? നീ ബാപ്പുപ്പാനെ മറന്നാ മോനെ? ഇല്ല. മോന് കാവറ മുട്ടായി വാങ്ങിക്കാൻ ബാപ്പുപ്പാന്റെ ഈ പൈസ തികഞ്ഞില്ല മോനെ. ഓനിപ്പോ എല്ലാ മുട്ടായും തിന്നും ബാപ്പ. കബീറിന്റെ വല്ല വിവരവും കിട്ടിയോ? ആരന്വേഷിക്കാനാ മോളെ? ഒരു കണക്കിന് ഓൻ നാട് വിട്ടുപോയി നന്നായി. ഓനെങ്കിലും രക്ഷപ്പെടുമല്ലോ. സലിമേ, വാടക ബാക്കിക്ക് ഒരേ ഒയ്യാൻ കോടതിയിൽ നിന്ന് വിധിയായപ്പോ നിന്റെ ഇക്കാക്ക ഉള്ളത് മുഴുവൻ കെട്ടിപ്പറക്കി കെട്ടിയോളെയും കൂട്ടി ഓളുടെ നാട്ടിലേക്ക് പോയി. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കുട്ടിയമ്മക്ക, കുത്തിരിക്ക്. മോളെ, ഈ ഇത്തിരി ചായ ഉണ്ടാക്ക്. ഞാൻ പോണു മോളെ, ഞാൻ പോണു. ബാപ്പ എങ്ങട്ടാ? അറിഞ്ഞുകൂടാ. പടച്ചോ 3 ആമക്കളെ എനിക്ക് തന്നിട്ടു. ഇന്നലെ അന്തി ഉറങ്ങിയിട്ട് പള്ളിക്കല. നിക്കേ, അങ്ങനെ പോവാൻ നിങ്ങളെ നമ്മള് സമ്മതിക്കില്ല. സലീം നിങ്ങളെ വിട്ടിട്ട് പോകുന്നതല്ലോ, മജീദോനെ പുറയും നിറക്കി വിട്ടതല്ലേ. ഇതെന്നെ
നിങ്ങളെ പേരാണ്. ബാപ്പ ഞങ്ങളുടെ ഇവിടെ താമസിക്കണം. ഭർത്താനും പറയാതെ ചായ ഉണ്ടാക്കും മോളെ. ആ വരും പാപ്പ.